പാടില്ല. അത് മറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹോട്ടലിലെ ടൈമിങ് 10 തൊട്ട് 4 വരെ. താമസിച്ചു വരുന്നവർക്ക് ഫൈന്. അതുണ്ട്, അത് പറയണ്ട. നമ്മുടെ ഹോട്ടലിലെ ടൈമിങ് 10 തൊട്ട് 4. അപ്പൊ നോക്കാം, 10 മണിയായി. അവളൊക്കെ എത്തിയിട്ടെ എല്ലാരും ഉണ്ടെങ്കിൽ അല്ല വേറെ കഴിക്കാൻ വന്നേ. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളൂ ഫുഡ്. അത് മനസ്സിലായി. താമസിച്ചില്ലേ പോയി വെളിയിൽ 5 മിനിറ്റ് നിന്നിട്ട് അകത്തോട്ട് കയറിയാൽ മതി. അല്ലല്ല, നമ്മുടെ ഹോട്ടലിലെ ടൈമിങ് 10 തൊട്ട് 4. ഞാൻ പറഞ്ഞിട്ട് എവിടെ ചിരിക്കുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ കാര്യം സംസാരിക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം. വായി നോക്കി കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നില്ല. പറഞ്ഞേരെ അല്ല ആ കൂട്ടി കയറി ഇരുന്നോട്ടെ. അപ്പം മരിച്ചു ഓൾറെഡി നിനക്ക് ഇവിടെ ലീവ് കുറവാ. ജിഷ്ണു ഓൾറെഡി നിനക്ക് ഇവിടെ ലീവ് കുറവാ. ഇനി നിനക്ക് ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ കണ്ടണേഷൻ അടച്ചാൽ മാത്രമേ നിനക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. കണ്ടവന്റെ അല്ല, കണ്ടോണേഷൻ. ഒരു കാര്യം ചെയ്യും, അച്ഛനെ വിളിക്കാൻ പറ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചായ പോലും ഉണ്ടാക്കത്തില്ല. എനിക്ക് ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. നമ്മള് രണ്ടുപേരും അറിയാതെ ഈ രാത്രി കാലങ്ങളിൽ ചില മസാലകളത് കൂട്ടിയിട്ട് അവരെന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെ സാർ ഒഴിവ് സമയങ്ങളിൽ അവനെ പൊറോട്ട വീശി അടിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അത് ശ്രദ്ധിക്കാം, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചു വരുത്തണം. വിളിക്കാം, ഒപ്പിട്ട് നോക്കും. ഓക്കെ ശരി. അടുത്ത ആള് വാ. റോൾ ചെയ്തിരിക്കുന്നറിയോ? ആരാ? ഞാനോ? ഏറ്റവും കൂടുതൽ സീനാണെന്നല്ലേ പല പല റോളായിട്ട്. രാഷ്ട്രീയക്കാരനാണ് രാവിലെ. മിന്നല് ലൈവ് ഇട്ടോണ്ടിരിക്കല്ലേ? ലൈവാ? ലൈവ് ഇട്ടോണ്ടിരിക്കുകയാണ്. ആരുണ്ട്? 17 പേരുണ്ട്. ഈ പകല് സ്കൂൾ ഈ ടൈം ആയതുകൊണ്ട് 17 പേരെ ഉള്ള ലൈവ് ആണ്. നമ്മളെ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ചേന് ചേട്ടന്മാരെ നമുക്ക് ലൈവ് ഇട്ട് തന്നേക്കാണ്. എന്ത് ടൈമില്ലേ ഇവിടുത്തെ അല്ലേ? പഞ്ചാര അടിച്ച പൊറോട്ട. ചേരാ വയ്യാടാ, പനി പിടിച്ചോണ്ട് ഇന്നൊരു ആക്ടർ റെസ്റ്റിലാണ് അല്ലേ? ICU പോണല്ലേ? ആംബുലൻസ് വിളിക്കണോ? 2 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആക്ട് ചെയ്യുന്നില്ല. അതിന് വരുന്നുണ്ട്, ഇവനെ എടുക്കുകയാണ്. എന്തിനാ വിളിച്ചോണ്ട് വന്നത് ആർക്കറിയാം. എന്തിനാണാവോ വിളിച്ചോണ്ട് വന്നത് ആർക്കറിയാം. അപ്പം ഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ ഇവിടെ എന്താ ഫുഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈകിട്ട് 4 മണി തൊട്ടാണ് ഫുഡ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി ആയതേ ഉള്ളൂ. വൈകിട്ട് 4 മണി തൊട്ട് കട സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുഡ് തുടങ്ങുന്നതായിരിക്കും. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഈ ഫുഡ് അടിയാണ്. ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്. ഇല്ലടാ, നീ കഴിക്കുന്നില്ലടാ ശേര? വിശപ്പില്ല, പനി അടിച്ചോണ്ട് വിശപ്പില്ല. ഞാനും കഴിക്കുന്നില്ല ഫുഡ്. ഓരോരുത്തരെന്തൊക്കെ മേടിച്ച് നമുക്ക് നോക്കാം. ഐഷാണ്ണന്റെ ഫുഡ് എന്ത് പറഞ്ഞ? ഐഷാണ്ണന് ചിക്കൻ ബിരിയാണിയാണ് വേണമെന്ന് പറഞ്ഞത്. ഇതെന്താണ്ട് സൂപ്പർ ചിക്കൻ ബിരിയാണി. ഇത് ബീഫാണ്. ബീഫല്ലേടാ? എങ്ങനെയുണ്ട്? കൊള്ളാടാ? ബീഫ് കൊള്ളാവോ? കൊള്ളാവോ ഫുഡ്?
ചിക്കനുണ്ട് ചിക്കനുണ്ട് കോഴിയപ്പലുണ്ട്. ഇവിടെ അല്ലയോ എന്റെ ലെഗ് പീസ് ഇങ്ങനെ എടുത്തോണ്ട് പോയി. നിങ്ങൾക്ക് ലെഗും തേങ്ങയൊന്നും വേണ്ട. എന്നാ നീ നിന്നണ്ടാടാ. ഇപ്പൊ ഇവര് 4 പേരെ കഴിക്കുന്നു, 4 അല്ല 5 പേരെ കഴിക്കുന്നുള്ളൂ. ബാക്കി ഒരാൾക്ക് വയ്യ, ഒരാളുണ്ട് അവിടെ ഇരിക്കുന്നു, വീട്ടിൽ പോയി കഴിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിഞ്ഞു.